ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. നമ്മുടെ സുരേഷ് ഗോപിന്റെ വിവാദമായിട്ടുള്ള കുറെ കട്ടും കുറെ തിരുത്തുകളൊക്കെ പറഞ്ഞ് അവസാനം തിയേറ്ററിൽ റിലീസായ സിനിമ. അപ്പോൾ ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനായിട്ട് അല്ലെങ്കിൽ മേജർ ഇന്റൻഷൻ അതായിട്ട് ഇറങ്ങിയ ഒരു സിനിമ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഈ ഒരു സിനിമ യഥാർത്ഥത്തിൽ സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറയുന്നത് ഒരു ഒരു റേപ്പ് കേസുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് തെളിയിക്കുന്നതും അതില് പോലീസ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ, അങ്ങനെ കുറെ കാര്യങ്ങളാണ് ഈ ഒരു സിനിമ പറയുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഈ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കാനായിട്ട്, അതായത് വിമർശിക്കണമല്ലോ എന്നുള്ള ഒരു ഇന്റൻഷനോട് കൂടെ കുറെ സാധനങ്ങൾ പ്ലേസ് ചെയ്ത പോലെ തോന്നി എനിക്ക്. അതായത് പടത്തിന് ശരിക്കും അത് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു കണ്ടന്റിൽ അത് പറയേണ്ടതായിട്ടുണ്ടായിരുന്നോ എന്ന് ചില ഭാഗങ്ങളിൽ ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അത് ഈ സിനിമ കണ്ടപ്പോൾ ആദ്യമേ നോട്ടീസ് ചെയ്ത, അല്ലെങ്കിൽ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ നോട്ടീസ് ചെയ്യപ്പെട്ട ഒരു പ്രധാന സാധനം അതാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞത്. സിനിമ അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് തിയേറ്ററിൽ പോയിരുന്ന് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്കങ്ങനെ ഭയങ്കരമായിട്ട് ഒരു വിരസതയൊന്നും തോന്നാത്ത ഒരു, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ അത്യാവശ്യം ഇൻവോൾവ് ആവുന്ന ഒരു സിനിമ തന്നെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. അതായത് കോർട്ട് റൂം ഡ്രാമയാണ് പടം. ആ ഒരു സെഗ്മെന്റിൽ വരുന്നൊരു സിനിമയാണിത്. എന്ന് വിചാരിച്ചിട്ട് ജനഗണമനയായിട്ട് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അല്ലെങ്കിൽ അത് വേറൊരു ഒരു സെഗ്മെന്റ്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സിനിമയാണത്. എന്നാലും കുഴപ്പമില്ലാത്ത കോർട്ട് റൂം ഡ്രാമ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ജാനകി വിദ്യാധരൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ഈ ഈ ഇങ്ങനത്തെ പ്ലോട്ടുകൾ പേഴ്സണലി എനിക്ക് കാണുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റേപ്പ് കേസ്, അതുമായിട്ടുള്ള പിന്നീട് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഇവരോട് സംസാരിക്കുന്ന സമയത്തുള്ള അവരുടെ ആരഗൻസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പേഴ്സണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ സാധനങ്ങൾ കാണാൻ. അപ്പൊ ഇതിനകത്തും അത്തരം സീനുകളും അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു പടത്തിനകത്തും വരുന്നത്. നമ്മളെ ഭയങ്കരമായിട്ട് വല്ലാണ്ട് ഡിസ്റ്റർബ് ചെയ്യിക്കും. പക്ഷെ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമ നമ്മളെ നമ്മളെ ഉള്ളിൽ കൊള്ളുന്നത് ശരിക്കും ഈ ഡിസ്റ്റർബൻസ് നമുക്ക് വരുമ്പോൾ തന്നെയാണ്. നമുക്കത് കാണുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിനിമ നമ്മുടെ ഉള്ളിൽ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് ആ സിനിമ കണക്ട് ആയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ കണക്ട് ആയി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സിനിമ കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നും. ചില ചില ആൾക്കാരുടെ പെരുമാറ്റം, ഇതൊക്കെ പ്രശ്നമായിട്ട് നമുക്ക് തോന്നാറുണ്ട് എന്നുള്ളതാണ്. എന്നിരുന്നാലും സിനിമ നമുക്ക് കാണാൻ പറ്റുന്ന, ആസ്വദിക്കാൻ പറ്റുന്ന ആസ്വാദികരമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഈ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് പറയേണ്ടത് നമ്മുടെ സുരേഷ് ഗോപിയുടെ ആക്ടിംഗ് ആണ്. ആ, ചില സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ പടം തുടങ്ങി കുറച്ചിങ്ങനെ ആകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പുള്ളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കുറച്ച് ചേരുന്ന സമയത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അതായത് നമ്മുടെ ഈ ലേലത്തിലൊക്കെയുള്ള നമ്മുടെ ചാക്കോച്ചിയുടെ ഒക്കെ ഡയലോഗ് ഉണ്ടല്ലോ, ഭയങ്കര പവർഫുൾ ആയിട്ട് ഭയങ്കര പൗരുഷം, ആ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ടല്ലോ, അത് പുള്ളി റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചതാണോ അതോ എന്താണെന്നറിയില്ല. അങ്ങനെ ഒരു സെറ്റ് ഓഫ് സാധനം എനിക്ക് ഫീൽ ചെയ്തു. എന്നാൽ അത് ആ രീതിയിൽ അത് ഫലിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതോട്ട് ഫലിച്ചതുമില്ല. അങ്ങനത്തെ ഒരു സാധനം എനിക്ക് തോന്നി. പ്രത്യേകിച്ച് MLA ഒക്കെ ആയിട്ട് വരുന്ന ഒരു ഡയലോഗ് സെഷൻ ഉണ്ട്. ആ സമയത്ത് വരുന്ന ഇംഗ്ലീഷും നമുക്കറിയാലോ, മറ്റേ നമ്മുടെ ഇതിനകത്ത് ഔട്ട് സ്പോക്കൺ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പടത്തിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ കൈൻഡ് ഓഫ് സാധനം ഇതിനകത്തും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങ് വർക്ക് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ പുള്ളിനെ തന്നെ ട്രോളുന്ന പോലെ തോന്നിയിട്ടു. അതായത് ഈ മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് പുള്ളിയുടെ ഈ ആക്ഷൻ ഉണ്ടല്ലോ, ഇത് പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. അത് പുള്ളി ഒരു ട്രോളായിട്ട് ഇന്റൻഷനലി ഇട്ടതാണോ, അല്ലെങ്കിൽ പുള്ളി ഇപ്പോ പുള്ളിയുടെ പുള്ളിയുടെ കൂടെ ജീവിക്കുന്ന ഒരു ആക്ഷനായിട്ട് അത് മാറിയതാണോ എന്നുള്ളതും അറിയില്ല. പക്ഷെ എന്നിരുന്നാലും പുള്ളിയുടെ ഒരു പ്രസൻസ് കൊള്ളായിരുന്നു. പുള്ളിയുടെ എന്താ പറയാ, ആക്ടിങ് ആണെന്നുണ്ടെങ്കിലും ഡയലോഗ് ഡെലിവറി ആണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ പ്രസൻസ് അത്യാവശ്യം കൊള്ളായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഒരു ഒരു കിടിലൻ സിനിമ തന്നെയാണ് ശരിക്കും. കിഡിലോസ്കി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് തിയേറ്ററിൽ കണ്ട് ഇരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞത്. പിന്നെ മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെന്നുണ്ടെങ്കിലൊക്കെ കൊള്ളാം. നമുക്ക് അങ്ങനെ ഇങ്ങനെ ജമ്പായി പോകുന്നത് പ്രശ്നമായിട്ട് അങ്ങനെയൊന്നും നമുക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഇതിനകത്ത് പാട്ട് പ്ലേസ് ചെയ്തതാണ്, അല്ലെങ്കിൽ കുറച്ച് കാലഘട്ടം കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ പ്ലേസ് ചെയ്തേക്കുന്ന ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നി. അതിപ്പോ എന്തിനാ അവിടെ ഇട്ടേ എന്നൊക്കെയുള്ള ഒരു സാധനം എനിക്ക് ചില സ്ഥലങ്ങളിലൊക്കെ തോന്നി. പിന്നെ ലോജിക്കിന്റെ പ്രശ്നവും കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു സിനിമ കണ്ടപ്പോ. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് ഇപ്പൊ ആരെങ്കിലും ഇങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമോ എന്നുള്ളൊരു ടൈപ്പ് ഓഫ് സാധനം ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരുപാട് സിനിമ കാണുന്നതാണ്, ഇൻവെസ്റ്റിഗേഷൻ സാധനങ്ങൾ കാണുന്നതാണ്. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ബേസിക് ആയിട്ട് കോമൺ ആയിട്ട് നമ്മൾ ഒരു പോലീസ് ഓഫീസർ ചെയ്യും എന്ന് വിചാരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു പോലീസ് ഓഫീസർ മിസ് ഔട്ട് ചെയ്ത് പോയി. അത് സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ റിയാലിറ്റീനെ ഡെപിക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ചെയ്ത് വെച്ചതാണോ എന്നറിയില്ല.
അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നി. ഇതിങ്ങനെ ഒരു പോലീസുകാരെ ഇങ്ങനെ ഒരു സാധനം മിസ് ചെയ്യുക, അല്ലെങ്കിൽ അത്രയും അലസനായിരുന്നു ആ പോലീസുകാരെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മേ ബി അത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആക്ടിങ്ങും കൊള്ളായിരുന്നു. ചില റിവ്യൂസ് ഒക്കെ പറയുന്നുണ്ട്, നെഗറ്റീവായിട്ട് പറയുന്നത് കേട്ടായിരുന്നു. എന്താ പറയാ, നമ്മുടെ സീരിയൽ കൈൻഡ് ഓഫ് സാധനമാണെന്നുള്ളത്. പക്ഷെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. അപ്പൊ ഇങ്ങനെ കോർട്ട് റൂം ഡ്രാമ ആസ്വദിക്കാൻ പറ്റുന്ന അതിന്റെ ഒരു കേസും ആ കേസിന്റെ ചുരുളഴിക്കുന്നതും അത് അൺഫോൾഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്നത്.